ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോമേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് USDT ആയിട്ട് ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന വാലറ്റ് ബൈബിറ്റ് ആണ്. ബൈബിറ്റിലാണെങ്കിലും ബിനാൻസിലാണെങ്കിലും ബിറ്റ്ഗെറ്റിലാണെങ്കിലും ഏത് വാലറ്റിലാണെങ്കിലും മെത്തേഡൊക്കെ സെയിം ആണ്. ഓക്കെ, നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ വരാം. കാണാൻ പറ്റും ഇവിടെ ബാലൻസ് 0 ആണ്. നിങ്ങൾ എടുക്കേണ്ടത് ഇവിടെ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് എടുത്താലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടിയിൽ അസറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ടോപ്പ് റൈറ്റ് അല്ല ബോട്ടം റൈറ്റിലായിട്ട് അസറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഡെപ്പോസിറ്റ് കാണണമെങ്കിൽ ഡെപ്പോസിറ്റ് എടുക്കാം, അല്ലെങ്കിൽ അസറ്റിക്ക് പോയിട്ട് അവിടെ ഉണ്ടാവും ഡെപ്പോസിറ്റ് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് P2P ട്രേഡിംഗ് കാണാൻ പറ്റും, പിന്നെ ബൈ വിത്ത് INR കാണാൻ പറ്റും. ആ ബൈ വിത്ത് INR എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ അവിടെ കാണിക്കുന്നത് വിസ മാസ്റ്റർ കാർഡ് എന്നൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർഡ് വെച്ചുള്ള പർച്ചേസ് ഓപ്ഷൻ എല്ലാ എക്സ്ചേഞ്ചിൽ ഉണ്ടെങ്കിലും ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ മിക്കതും ഫെയിലാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്, നിങ്ങൾ എടുക്കേണ്ടത് P2P ട്രേഡിംഗ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ P2P ട്രേഡിംഗ് എടുത്തു. P2P ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പിയർ ടു പിയർ ട്രേഡിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എക്സ്ചേഞ്ചുകൾക്ക് ശരിക്കും പറഞ്ഞാൽ 0 റോളാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളത് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസാക്ഷൻ ഫീസോ ഒന്നും വാങ്ങുന്നില്ല. നമ്മൾ വേറൊരു റിയൽ പേഴ്സണായിട്ട് എന്ത് ചെയ്യണം, ഇടപാട് നടത്തുന്നു. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് അയാൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അയാൾ പറയുന്ന രീതിയിൽ നമ്മൾ അയച്ചു കൊടുക്കണം. തിരിച്ചെന്ത് ചെയ്യണം, അയാളുടെ കയ്യിലുള്ള US ഡോളർ നമുക്ക് തരുന്നു, വിട്ടു തരുന്നു. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നില്ല, പക്ഷേ ഇത് സേഫാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിലൊരു ബൈ ഓർഡർ കൊടുത്തു വയ്ക്കാം 1000 രൂപയ്ക്ക്. അപ്പോൾ 1000 രൂപയുടെ ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 1000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള US ഡോളർ ഈ സെല്ലറിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ എക്സ്ചേഞ്ച് ഫ്രീസ് ചെയ്ത് വെക്കും. നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ക്യാൻസൽ ചെയ്താൽ അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് പിന്നെ അവിടെ അൺഫ്രീസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം പ്യൂറായിട്ട് സേഫാണ്. നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അപ്പോൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ മാത്രം കാണുന്നുള്ളവർക്ക് വീഡിയോയുടെ ലാസ്റ്റ് കണ്ടാൽ മതി. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് കാണുക, മിസ്സാക്കരുത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിസ്സാവരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നടക്കണം. വേറെ എന്താണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവാതെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ, വേറെ സ്കാം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സെല്ലറെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സെല്ലറിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കണമെന്നാണ് ഇതിലത്തെ ക്രൂഷ്യൽ റോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ P2P ട്രേഡിംഗ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സെല്ലേഴ്സിന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ പോലും സെല്ലേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അവരെല്ലാവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാശ് ഇടപാട് നടത്താൻ പറ്റണമെന്നില്ല, അവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുണ്ട് ഇന്നെലിജിബിൾ. ഇപ്പോൾ വേറെ പ്ലാറ്റ്ഫോമിൽ പോകണമെങ്കിൽ ബിറ്റ്ഗെറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നെലിജിബിൾ എന്നല്ല, അവിടെ ബൈ ഓപ്ഷനെ കാണില്ല. നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഒപ്പം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ബൈ ഓപ്ഷൻ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവരുടെ പ്രിഫറൻസിൽ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണ്ട ബയേഴ്സ് എങ്ങനെയുള്ള ബയേഴ്സാണെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വെക്കണമെന്ന് വെച്ചാൽ അവർക്ക് സ്കാം ആയിട്ടുള്ള ആൾക്കാരെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ പല കണ്ടീഷൻസ് വെക്കും. അതായത് ഈ ബയ്യർ, ആളുടെ അടുത്ത് തന്നെ ബയ്യർ കഴിഞ്ഞൊരു 30 ദിവസത്തിനുള്ളിൽ ഒരു 10 ട്രാൻസാക്ഷൻ ചെയ്യണം, അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇന്നെലിജിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി പോകേണ്ടി വരും കുറേ. അപ്പോൾ ഈ ഒരു തപ്പൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്, ഇവിടെ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ എടുക്കാം. ഓക്കെ, ആ ഫിൽറ്റർ എടുക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ഷോ ഓൺലി വെരിഫൈഡ് അഡ്വർടൈസർ, അപ്പോൾ ഷോ ഓൺലി എലിജിബിൾ ആഡ്സ്. അപ്പോൾ ഷോ ഓൺലി എലിജിബിൾ ആഡ് കൊടുത്താൽ നിങ്ങൾക്ക് ബൈ ഓപ്ഷൻ ഉള്ള അല്ലെങ്കിൽ ബയ്യറും സെല്ലറും അവരുടെ കണ്ടീഷൻസ് ഓക്കെ ആയിട്ടുള്ള പ്രൊഫൈൽ മാത്രമേ നിങ്ങൾക്ക് കാണിക്കുള്ളൂ. അതിലെല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഷോ ഓൺലി വെരിഫൈഡ് അഡ്വർടൈസർ കൊടുത്താൽ വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വരും. വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊപ്പം ട്രേഡ് ചെയ്തുള്ള ഇതെന്താണെന്ന് വെച്ചാൽ സ്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പരിപാടി ഫുള്ളായിട്ട് ചെയ്യുന്നവരായിരിക്കും. അത് ഫുൾ ടൈമായിട്ട് എന്താണ് ഈ ട്രാൻസാക്ഷൻസ് P2Pയിൽ സെല്ല് ചെയ്യുക ആ ഒരു പരിപാടിയായിട്ട് നിൽക്കുന്നവരായിരിക്കും മിക്കതും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേറെ ഉടായ്പ പരിപാടികളൊന്നും കാണിക്കില്ല. ഓക്കെ, പക്ഷേ വെരിഫൈഡ് കൊടുക്കുമ്പോൾ എല്ലാവരും എന്താണെന്നില്ല, എലിജിബിൾ ആവണമെന്നില്ല, നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയ ആൾക്കാരാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ആവണം. അവരൊപ്പം കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഷോ ഓൺലി വെരിഫൈഡ് അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ ഷോ ഓൺലി എലിജിബിൾ ആഡും കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും, വെരിഫൈഡ് ആയുള്ള പ്രൊഫൈൽസ് വരും. അവരൊപ്പം നമുക്ക് എന്ത് പറ്റും, ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വെരിഫൈഡ് ഉള്ള ആൾക്കാരുടെ എന്തായിരിക്കും, റേറ്റ് കൂടുതലായിരിക്കും. കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ളത് വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊപ്പമാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കുറച്ച് ഡിമാൻഡ് കൂട്ടി വയ്ക്കും. റേറ്റ് എന്തായിരിക്കും, 95 കിടക്കുന്നത്. അപ്പോൾ അൺവെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എടുത്ത് 90-91 രൂപയ്ക്കൊക്കെ നമുക്കൊരു യൂസ് കിട്ടും. അപ്പോൾ അതായിട്ട് നമുക്ക് ഇവിടെ ഒരു 4 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എലിജിബിൾ ആയിട്ടുള്ള ആഡ് മാത്രം നോക്കുകയാണ് ചെയ്യുന്നത്. ഷോ ഓൺലി എലിജിബിൾ ആഡ്സ്. ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിക്ക് ചെയ്യാം കേട്ടോ, അതിലൊരു ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഷോ ഓൺലി എലിജിബിൾ ആഡ് കൊടുത്തു.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, പലതരത്തിൽ പ്രൊഫൈൽ വരും. അതിൽ വെരിഫൈഡ് ഉണ്ടായിരിക്കും, അൺവെരിഫൈഡ് ആയിട്ടുള്ള ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൽ ആരെ പിക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്, കാശ് ലാഭിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറവുള്ള കാറ്റഗറിയിലുള്ള ആളെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ഇനി എന്താ നോക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് കേസ് ലിമിറ്റ് നോക്കണം. അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവരിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മിനിമം എമൗണ്ടും മാക്സിമം എമൗണ്ടും. അപ്പോൾ ഈ ഫസ്റ്റത്തെ ട്രേഡറിൻ്റെ 8,000 ആണ് മിനിമം. അതായത് നിങ്ങൾ മിനിമം ഒരു 8,000 രൂപയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അടിയത്തെ നോക്കണമെങ്കിൽ എന്താ 5,000 to 27,000. അപ്പോൾ മിനിമം നമ്മളൊരു 5,000 രൂപയെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഡെപ്പോസിറ്റ് ഉദ്ദേശിക്കണമെങ്കിൽ പറഞ്ഞാൽ അയാളുടെ ഒപ്പം പോയിട്ട് കയറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 1,000 രൂപ 2,000 രൂപയ്ക്കാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റുള്ളവർ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 2,000 രൂപയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ട് 2,000 to 10,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അയാളുടെ ഒപ്പം എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ ഓക്കെ ആണ്, പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി ഞാൻ നോക്കുന്നത് അയാളുടെ ഓർഡേഴ്സാണ്. അപ്പോൾ ഇവിടെ കാണിക്കും, ഇതെല്ലാത്തിലും കാണിക്കും കേട്ടോ ഓർഡേഴ്സ്. അപ്പോൾ ഈ ഓർഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 30 ദിവസങ്ങളിൽ അയാൾ ഇങ്ങനെ ഇതുപോലെ എത്ര പേർക്ക് ബൈ അല്ലെങ്കിൽ സെൽ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 93 ഓർഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾ കഴിഞ്ഞ 30 ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതിലെ 94% അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 6% എങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസലായി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പെർസെൻറ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഈ ഓർഡേഴ്സിൻ്റെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡേഴ്സിൻ്റെ എണ്ണം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം നല്ലതാണ്. കാരണം സ്കാമർ ആവാനുള്ള ചാൻസ് കുറവാണ്. ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു ട്രേഡറിനെതിരെ സെയിം റീസൺ പറഞ്ഞിട്ട് എന്താണ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഇഷ്യൂ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ആ ട്രേഡറിൻ്റെ. അതുകൊണ്ട് തന്നെ 2,000-3,000 ഒക്കെ ട്രേഡ് ചെയ്തിട്ടുള്ളവരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും, അവരെല്ലാ ട്രേഡും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് നല്ല റിവ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ട്രേഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് ആ കൂടുതൽ പെർസെൻറ്റേജ് കംപ്ലീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ട്രേഡർ എന്താണ്, സേഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റേറ്റ് മാത്രം നോക്കരുത്, അവർ ചെയ്തിട്ടുള്ള ഓർഡേഴ്സും അതുപോലെ അതിൻ്റെ കംപ്ലീഷൻ റേറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കംപ്ലീഷൻ റേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റേറ്റ് മാക്സിമം കുറവുള്ളത് നോക്കാം. അതിൽ ബൈ ഓർഡർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ എലിജിബിൾ ആയുള്ള ആളെ മാത്രം എടുക്കാം ഫിൽറ്റർ ഇട്ടിട്ട്. അതുപോലെ തന്നെ ഓർഡേഴ്സ് കൂടുതലായിരിക്കണം, കംപ്ലീഷൻ റേറ്റും കൂടുതലായിരിക്കണം. അത് കൂടാതെ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യം മാത്രം കമ്പാറ്റബിൾ ആയി പോരാ. എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അത് ഗൂഗിൾ പേ ആണോ, ബാങ്ക് ട്രാൻസ്ഫർ ആണോ, ഡീറ്റെയിൽ റുപ്പീസ് ആണോ, അത് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കാർഡാണോ, അത് എങ്ങനെയാണെങ്കിൽ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ മുകളിൽ ഓൾ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. എല്ലാത്തിലും ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഏത് എക്സ്ചേഞ്ച് ആണെങ്കിലും ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും, ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓൾ പേയ്മെൻറ്റ് മെത്തേഡ്സ് എടുത്തു. അപ്പോൾ ഞാൻ UPIയും ഗൂഗിൾ പേയും നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഓക്കെ ഉള്ളത് അതൊക്കെ എടുത്തിട്ട് കൺഫേം കൊടുക്കാം. അപ്പോൾ കൺഫേം കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി ഇത് ഫിൽറ്റർ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും ഈ കൊടുത്തതിൽ എന്താണ് എലിജിബിൾ ആയ ആഡ്സ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UPIയും ഫോൺ പേയും UPIയും ഗൂഗിൾ പേയും ഉള്ള ആഡുകൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കാണിച്ചു തന്നത്. UPI അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉറപ്പായിട്ട് അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ആൾ കിട്ടിയിട്ട് നമുക്ക് ഇയാളുടെ ഒരു ഇത് വന്നത് 2,000 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കത് ഓക്കെയാണ്, 2,000 റുപ്പീസാണ് ഡെപ്പോസിറ്റ് നോക്കുന്നത്. 318 ഓർഡേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത എമൗണ്ടാണ്, കംപ്ലീഷൻ റേറ്റും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇയാൾ ഓൺലൈനിൽ വന്നിട്ട് എന്താണ് 39 മിനിറ്റ് മുന്നാണ് ഓൺലൈനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എമൗണ്ട് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആൾ ഓൺലൈനിൽ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ബൈ ഓർഡർ വയ്ക്കുമ്പോൾ ഈ ഓൺലൈനിൽ ഇല്ലാത്ത ആൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് ചിലപ്പോൾ ഓൺലൈനിൽ വരും, ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾ പോയിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേക്കും ചിലപ്പോൾ ഓൺലൈനിൽ വരാമെന്നുണ്ടെങ്കിൽ ആ ടൈമിലായിരിക്കും ഈ ഓർഡർ ഹിസ്റ്ററി കണ്ടിട്ട് അയാൾ നമുക്ക് ആ എമൗണ്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, റിലീസ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, റേറ്റ് കുറവുള്ളത് നിങ്ങളുടെ ലിമിറ്റ് നോക്കാം. നിങ്ങൾക്ക് ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ടും അവരുടെ ലിമിറ്റും മാച്ചിങ് ആണോ നോക്കാം. ഓർഡേഴ്സ് കൂടുതലായിരിക്കണം, കംപ്ലീഷൻ പെർസെൻറ്റേജ് കൂടുതലായിരിക്കണം. പിന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണ മെത്തേഡ് UPI ആണ്, ഗൂഗിൾ പേ ആണ്, ബാങ്ക് ട്രാൻസ്ഫർ ആണോ അത് മാച്ചിങ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ വെരിഫൈഡ് ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിലുള്ള ഒരാൾ മാത്രമാണ് എടുക്കണുള്ളൂ. സംഭവം 2 രൂപ 3 രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിലും എപ്പോഴും ഓൺലൈനിലുള്ള ആൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് USDTയും റിലീസായി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരാൾ എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ചെറിയൊരു എമൗണ്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതായിരിക്കും എപ്പോഴും നല്ലതായിട്ട് വരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് കൂട്ടി 94.3 നോക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് 94.4 94.4 ഇവിടെ 94.3 ഇവിടെ 2,000 to 5,000 238 ഇവിടെ 1,552 ആണ്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി 1,552 എടുക്കുന്നത്, കാരണം ചെറിയൊരു പോയിന്റ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഒരു 5 രൂപ 10 രൂപ ലാഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വലിയ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കാം. 10 രൂപ കൂടുതൽ പോയാലും നമുക്ക് നമ്മുടെ എമൗണ്ട് എന്താണ് സേഫായിട്ട് അക്കൗണ്ടിലേക്ക് എത്താണ് വേണ്ടത്, അതാണ് നോക്കേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം
നോക്കാം ഞാനിപ്പോൾ ഈ ബ്ലിങ്ക് എന്ന് പറഞ്ഞ ആളെ ഒപ്പം ട്രാൻസാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ ബൈ എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റിമാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ റിമാർക്കിൽ ഉള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, എന്നിട്ട് അവരെ കണ്ടീഷൻസാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് എന്ത് ചെയ്യുള്ളൂ, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ റിമാർക്ക് വായിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് സെൻഡ് പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് സെൻഡ് സ്ക്രീൻഷോട്ട് ഓഫ് ദ പേയ്മെൻറ്റ് അല്ലെങ്കിൽ വിത്ത് യുവർ നെയിം വേണം, പിന്നെ എന്താ വേണ്ടത്, UTR നമ്പർ കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കീപ്പ് എ വാലിഡ് ID പ്രൂഫ് റെഡി വിത്ത് യു, ഇറ്റ് മേ ബി ആസ്ക് ഫോർ ഫർദർ വെരിഫിക്കേഷൻ. അങ്ങനെ ഉണ്ട് കേട്ടോ. അതായത് ചില ആൾക്കാർ ആധാർ കാർഡ് ചോദിക്കും. അതെന്തിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതലായിട്ട് വരുന്നതാണ് ബാങ്ക് ഫ്രീസ് ആവാം, ബാങ്ക് കൊണ്ട് ഫ്രീസ് ആവാം. അതിനെ സംബന്ധിച്ചാൽ ഇതിലും അങ്ങനത്തെ സ്കാം കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചാൽ ഇപ്പോൾ ഞാനാണ് സെല്ലറിന് ചോദിക്കാം. അപ്പോൾ എനിക്ക് ഒരാൾ എന്ത് ചെയ്യണം, ഒരു 1000 രൂപ ഇന്ത്യൻ റുപ്പീസ് അയച്ചു തരും ഇതുവഴി. ഞാൻ അയാൾക്ക് 1000 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള US$ തിരിച്ചങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് ആ ബയ്യർ എന്ത് ചെയ്യും, എനിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും, പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഇതിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. എന്താണ്, ഞാൻ ഒരു 1000 രൂപ തെറ്റി അയച്ചു ഇന്ന അക്കൗണ്ടിലേക്ക്, എനിക്കത് വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കംപ്ലയിൻറ്റ് കിട്ടുമ്പോൾ എന്താ ചെയ്യുക, ഈ എമൗണ്ട് അവരെന്ത് ചെയ്യും, ഫ്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രീസ് ആവുന്ന എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലായിരിക്കും കിടക്കണ്ടാവുക. അപ്പോൾ ആ ഒരു എമൗണ്ട് അവർ ഫ്രീസ് ആക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്താണ് ഇതിൻ്റെ ലാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, ഇത് അൺഫ്രീസ് ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമുക്ക് ഇപ്പം ഞാനാണ് ഇവിടുത്തെ സെല്ലർ കേട്ടോ. അപ്പോൾ ബയ്യർ അയച്ചു തരുന്ന ക്യാഷ് വല്ല സ്കാമോ അല്ലെങ്കിൽ വല്ല തട്ടിപ്പ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലത്തെ ഫുൾ ക്യാഷും എന്ത് ചെയ്യും, ചിലപ്പോൾ ഫ്രീസായി കിടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആധാർ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നത്. പിന്നെ പല പല കണ്ടീഷൻസ് വെക്കുന്നത്. അപ്പോൾ ആധാർ കാർഡ് സംഭവമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് നിങ്ങൾ ഇടപാട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആധാർ കാർഡിൻ്റെ കോപ്പി കയ്യിലെടുത്ത് വെക്കേണ്ടി വരും. കാരണം നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്തില്ല, ക്യാഷ് വിട്ട് തരില്ല, അവർ USDT നമുക്ക് വിട്ട് തരില്ല. അവർക്ക് മസ്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവർ ചോദിച്ച പ്രൂഫൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഈ കൊടുക്കുന്ന പ്രൂഫ് അവർ ദുരുപയോഗം ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം വേറൊരു സ്കാമുകളെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇതുപോലെ സെല്ലേഴ്സ് കൊടുക്കുന്ന ആധാർ കാർഡിൻ്റെ കോപ്പി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ഈ ആധാർ കാർഡിൻ്റെ കോപ്പി വെച്ചിട്ട് എന്ത് ചെയ്യും, ലോൺസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കേസുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് ലോൺ തിരിച്ചടയ്ക്കാണ്ട് നമ്മുടെ സിബിൽ സ്കോറൊക്കെ പോകും. അപ്പോൾ ഇത് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പറയണമല്ല. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെരിഫൈഡ് ആയിട്ടുള്ള സെല്ലേഴ്സിന് എടുക്കുന്നത്, കൂടുതൽ ഓർഡേഴ്സുള്ള കൂടുതൽ കംപ്ലീഷൻ റേറ്റുള്ള ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എടുക്കുമ്പോൾ അതിനർത്ഥം അവരിത് കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പെർസെൻറ്റേജ് റേഷ്യോ കൂടുമ്പോൾ അതിനർത്ഥം ഇവരിത് വേറെ സ്കാമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോകുന്നവരാണ്. ഇതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഫൈലായിട്ട് നമ്മൾ എന്താണ് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഇതിൻ്റെ ചാൻസൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ആധാർ കാർഡൊക്കെ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാം, ഇതുപോലെ സക്സസ് റേഷ്യോയും പിന്നെ അതുപോലെ തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള അങ്ങനത്തെ കൂടുതൽ ട്രേഡ് നടത്തിയിട്ടുള്ള ആൾക്കാരായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ ഇല്ല. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാണെന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞുപിടിച്ച് എടുക്കാനാണ് ആ ഒരു ട്രേഡർ നമ്മൾ ആരുടെപ്പാണ് ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡീറ്റെയിൽസൊക്കെ അതൊരു മിനിമം എന്ത് ചെയ്യുക, ഒരു 1-2 വീക്സ് ഒക്കെ ജസ്റ്റ് കീപ്പ് ചെയ്യുക. ജസ്റ്റ് ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാനാണ് അത് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു സെല്ലർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈനിലില്ല, 1 മിനിറ്റ് മുന്നേ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 93 റേറ്റ് വരുന്നത്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുന്ന എമൗണ്ട് അടിച്ചു കൊടുക്കുക, 2000 ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റും അയാളുടെ റിമാർക്സ് ഉണ്ട്, സ്കാമേഴ്സ് സ്റ്റേ വേ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് പറ്റില്ല. തേർഡ് പാർട്ടി പേയ്മെൻറ്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അയക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ പല ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10% എന്ത് ചെയ്യും, ആൾ പിടിച്ചിട്ട് 90% മാത്രമേ തരുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ കണ്ടീഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം, എന്നാലേ ഇത് എന്ത് ചെയ്യുള്ളൂ, തരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവം അവർ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യാം. ഇവിടെ അതുപോലെ നോക്കുകയാണെങ്കിൽ ഏവറേജ് ഏറ്റവും അടിയിൽ കാണാൻ പറ്റും, ഏവറേജ് റിലീസ് ടൈം 2 മിനിറ്റിൽ ആളെന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ആളുടെ ഹിസ്റ്ററിയാണത്. ഓക്കെ, 98% ഇത് വരുന്നുണ്ട്. പിന്നെ റേറ്റിംഗ് ഗുഡ് റേറ്റിംഗ് ആണ്. എല്ലാവരും ചെയ്തവരൊക്കെ ഒട്ടുമിക്ക ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ബൈ കൊടുക്കുക. ബൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇതുപോലെ അലർട്ടൊക്കെ വരും. അത് നമ്മൾ നോക്കാം. കോൺടാക്ട് സെല്ലർ ഉണ്ടായിരിക്കും. ഈ കോൺടാക്ട് സെല്ലർ എടുക്കുമ്പോൾ ആളെന്ത് ചെയ്യുന്നുണ്ടോ, ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ടോ, എന്നിട്ടാ ആളുടെ ഈ പറഞ്ഞ റിമാർക്കുള്ള സെയിംസുമാണ്. 15 മിനിറ്റാണ് നമുക്ക് എന്തുണ്ടാവാം, ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഐ വിൽ ഗിവ് എന്താണ് ഡോണ്ട് പേ ഓൺ മൊബൈൽ നമ്പർ. UPI ID ആണ് അവർ കൊടുത്തുള്ളത്. അപ്പോൾ UPI ID തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഹായും ഇതൊന്നും അയക്കാൻ നിൽക്കണ്ട. മിക്ക ആൾക്കാർക്ക് അത് ഇഷ്ടമുള്ള പരിപാടിയില്ല. നമ്മൾ എന്താണ് ഇയാൾ ഓൺലൈനിൽ ഉണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട് മെസ്സേജിൽ പോയിട്ട് ഹായ് ഹലോ കാശ് തരുമോ ചേട്ടാ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പരിപാടി ഉണ്ട്. അതൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ആളുടെ UPI ID നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പേനോ ഒന്ന് കൊടുത്താൽ പേനോ കൊടുത്തു, നമ്മൾ കാണാൻ പറ്റും ഇവിടെ UPI ID
UPID കൊടുത്തിട്ടുണ്ട്. ആ UPIDക്ക് നേരെയുള്ള പേരും കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ UPID കോപ്പി ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പേയിൽ പോയിട്ട് UPID കൊടുക്കുക, 2000 രൂപീസ് ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര് കൂടി എന്ത് ചെയ്യാം അതിൽ ചേർക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേരിൻ്റെ സെയിം നെയിം ആയിരിക്കണം നിങ്ങളുടെ ബൈബിറ്റിലത്തെ പേരും. ഓക്കെ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാതെ ക്ലോസ് ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് എന്ന് കൊടുക്കുക. പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് കൊടുക്കുക. ഇവിടെ 2 ഭാഗത്ത് ടിക്ക് ചെയ്യാണ്ട് കൺഫേം കൊടുക്കാം. ഓക്കെ, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ സെറ്റായി. ഇത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അവർ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. ചിലർ അവർക്ക് എമൗണ്ട് കിട്ടി പക്കയെന്ന് ഉറപ്പായി ചിലപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. അവർ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യും, ഇത് റിലീസ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാം, ക്യാൻസൽ ഓർഡർ ഒന്നും കൊടുക്കരുത് കേട്ടോ. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ക്യാൻസൽ ഓർഡറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ സംഭവം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾ കാശ് അയച്ചില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓർഡർ ഡിസ്പ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുത്തിട്ട് കംപ്ലയിൻറ്റ് പോലെ കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ആൾ ഓഫ്ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ പിടിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ഓർഡർ ഒരിക്കലും കൊടുത്തിട്ട് ബാക്ക് അടിക്കാം. നമ്മൾ ഹോട്ട് ലിസ്റ്റിൽ പോയാൽ നമ്മൾ ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പെൻഡിങ് കോയിൻ റിലീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ടൈം എടുക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുടെ മെസ്സേജ് ചെയ്യാൻ പറ്റും. ആ മെസ്സേജിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ കോൺടാക്ട് സെല്ലർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്തെന്ന് പറയാം വേണമെങ്കിൽ, എന്നിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ബയർ നമുക്ക് അപ്പോൾ തന്നെ അയച്ചു തന്നു. നമ്മൾ ഗൂഗിൾ പേയിൽ പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാൻ നിൽക്കരുത്. അപ്പോഴേക്കും ആളത് അയച്ചു തന്നു. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും സെല്ലേഴ്സ് നമുക്ക് കോയിൻ റിലീസ് ചെയ്ത് തരാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറേ ടൈമൊക്കെ. പിന്നെ ചിലർ അവർ പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റ്സ് സ്ക്രീൻഷോട്ടാണ് സ്ക്രീൻഷോട്ട്, ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് കോപ്പി, അത് കൊടുക്കാതെ ഒരിക്കലും ചിലപ്പോൾ ചിലർ അയച്ചില്ല. ചിലർക്ക് അത് ഓട്ടോമാറ്റിക്കലി അവർ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയെന്ന് കാണുമ്പോൾ അവർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിൽ അവർ റിലീസ് ചെയ്ത് തരും. ഓക്കെ, ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ബൈബിറ്റിലും ബിറ്റ്ഗെറ്റിലും എല്ലാത്തിലും, പിന്നെ ബൈനാൻസിലാണെങ്കിലും ഒക്കെ തന്നെ. പിന്നെ നിങ്ങൾ ബൈനാൻസ് മിക്കതും യൂസ് ചെയ്തിരിക്കുക മാക്സിമം. കാരണം ഇവിടെ ഇന്ത്യയിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളൊരു ഇതാണ് എക്സ്ചേഞ്ച്, ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് ആണ്. പക്ഷേ ബൈനാൻസിലേക്ക് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ബൈനാൻസിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബൈബിറ്റോ ബിറ്റ്ഗെറ്റോ ഏതെങ്കിലും ഒരു വാലറ്റിക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്തോ ട്രാൻസ്ഫർ ചെയ്തോ. ബിഗിനേഴ്സിനാണ് പറയുന്നത്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ വഴീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ബിറ്റ്ഗെറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് ടോൺ വാങ്ങിയിട്ട് ടോൺ വാലറ്റ്, ടോൺ കീപ്പർ, അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ടോൺ സ്പേസ്, ഇതിലേക്ക് അയക്കുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഒരു നല്ല സെല്ലറിനെ കണ്ടുപിടിച്ച് ചെയ്യുന്നതിലാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കുഴപ്പിക്കും ആ ഒരു ട്രേഡ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ലോസ് ആവാതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം.